ഇന്ത്യ സഖ്യം വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇന്ത്യ സഖ്യത്തില് നേതൃത്വം ആര് ഏറ്റെടുക്കണം, ആര് വേണം? ഇപ്പോൾ കോൺഗ്രസിന്റെ കയ്യിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം. പക്ഷേ കോൺഗ്രസ് ഇതിൽ നിന്നും ഇറങ്ങിപ്പോകണം, പുറത്തു പോകണം. കോൺഗ്രസിനെ കൊണ്ട് ഇന്ത്യ സഖ്യത്തെ കൊണ്ടു നടക്കാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായം ഇന്ത്യ സഖ്യത്തിനകത്തുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ തന്നെ സീനിയറായ നേതാവ് മണിശങ്കർ അയ്യർ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്നും മാറി നിൽക്കണം, അത് മറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കണം. അത് കൊണ്ടു നടക്കാൻ താല്പര്യമുള്ളവർ ഇന്ത്യ സഖ്യത്തിലുണ്ട്. 36 രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത്. ആ ഇന്ത്യ സഖ്യത്തിൽ നേതൃത്വം ഏറ്റെടുക്കാൻ ശേഷിയുള്ള, പ്രാപ്തിയുള്ള നിരവധി നേതാക്കളുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഇനി ആ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വവും കെട്ടിപ്പിടിച്ചിരിക്കരുത് എന്നാണ് മണിശങ്കർ അയ്യർ പറഞ്ഞിരിക്കുന്നത്. അത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്, സീനിയർ നേതാവാണ്, അദ്ദേഹമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിനകത്തു നിന്ന് തന്നെ അത്തരത്തിലൊരു അഭിപ്രായം ഉയർന്നിരിക്കുന്നു, ആവശ്യം ഉയർന്നിരിക്കുന്നു തന്നെയാണ്. അതിനു മുമ്പ് തന്നെ ഒരു 2 ആഴ്ച മുമ്പ് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് മമതാ ബാനർജി പറഞ്ഞു, ഞാൻ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് മമത പറഞ്ഞ പശ്ചാത്തലത്തിലാണ് മണിശങ്കർ അയ്യർ വിട്ടുകൊടുക്കണം, മറ്റാരെങ്കിലും ഏറ്റെടുത്തോട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വിലയിരുത്താൻ. എന്തായാലും അതോടൊപ്പം തന്നെ ഇതാ ഒരാഴ്ച മുമ്പ്, 2-3 ദിവസം മുമ്പ് AAP നേതാവ് പറഞ്ഞു കഴിഞ്ഞു, AAPയുടെ പ്രമുഖ നേതാക്കൾ പലരും പറഞ്ഞു കഴിഞ്ഞു, അത് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞു, കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നിന്നും വിട്ടുമാറണം. അത് ഇന്ത്യ സഖ്യത്തിൽ നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസിന് പ്രാപ്തിയില്ല. കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തെ നയിച്ചാൽ ഇന്ത്യ സഖ്യം വിജയിക്കണമെന്നില്ല. മഹാരാഷ്ട്രയിൽ അംബെ പരാജയപ്പെട്ടു, കോൺഗ്രസിന് ഒരു തരത്തിലുള്ള പ്രകടനവും കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹരിയാനയിലും കോൺഗ്രസിന് പരാജയപ്പെട്ടു. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏകദേശം ഇന്ത്യ സഖ്യത്തിന്, ഈ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഇന്ത്യ സഖ്യത്തിന് ഒരു തരത്തിലുള്ള പ്രാധാന്യം കൊടുക്കാനും അല്ലെങ്കിൽ പ്രകടനം നടത്താനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നിന്നും കോൺഗ്രസ് വിട്ടുപോകണമെന്നാണ് AAP പറഞ്ഞിരിക്കുന്നത്. ഡൽഹിയിൽ പോലും കോൺഗ്രസും AAPയും തമ്മിൽ സഖ്യം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇന്ത്യ സഖ്യത്തിന്റെ ഘടകകക്ഷികളാണെങ്കിൽ കൂടിയും ഡൽഹിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മിക്കവാറും കോൺഗ്രസും AAPയും പരസ്പരം മത്സരിക്കാനാണ് സാധ്യത. അവർ കോൺഗ്രസ്സുകാര്, യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ AAPയുടെ ഗവൺമെന്റിനെതിരായിട്ടും അവിടുത്തെ 2 ക്ഷേമ പദ്ധതികൾക്കെതിരായിട്ടും പ്രക്ഷോഭത്തിലാണ് ഇപ്പോൾ. അവർ പരാതികളുമായി രംഗത്ത് വന്നിരിക്കുന്നു, സമരത്തിലാണ് ഇപ്പോൾ. ആ തരത്തിലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത്. എന്തായാലും മണിശങ്കർ അയ്യർ അവസാനമായിട്ട് പറഞ്ഞ വാക്കും കൂടി വെച്ച് വിലയിരുത്തുമ്പോൾ മമതാ ബാനർജി അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്, കോൺഗ്രസിനെ കൊണ്ട് സാധ്യമല്ല എന്ന് പറയുകയും ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത് ഞാനും കൂടെ ചേർന്നാണ്, എന്നാൽ ഈ സംഖ്യ കൊണ്ടു നടക്കാൻ ഇവർക്കാർക്കും കഴിയില്ല, ശക്തിയില്ല, അവർക്കുള്ള പ്രാപ്തിയില്ല, അതുകൊണ്ട് ഞാൻ ഏറ്റെടുക്കും എന്ന് പറയുകയും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇന്ത്യ സഖ്യം വൻ പ്രതിസന്ധിയിൽ തന്നെയാണ് എന്ന് തന്നെ. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.